ഹലോ, നമസ്കാരം. ഞാനിന്നിപ്പോൾ ഒരു തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് അതുപോലെ ദോശയിലേക്കൊക്കെ നല്ല ടേസ്റ്റായിട്ട് കൂട്ടാൻ പറ്റുന്നൊരു തക്കാളി ചട്നിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അധികം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിച്ചാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാൻ എന്തൊക്കെ ചേർക്കണത് എന്ന് വെച്ചാൽ കുറച്ച് വലിയ ഉള്ളി, അതുപോലെ തക്കാളി, വേപ്പിൻ്റെ ഇല, ഉഴുന്ന്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ വലിയ ഉള്ളി ഇപ്പോൾ 2 എടുക്കണമെങ്കിൽ ഒരു വലിയൊരു തക്കാളി മതി കേട്ടോ. വലിയ ഉള്ളി ചെറുതാണെങ്കിൽ ചെറിയൊരു തക്കാളി, നമുക്ക് വീട്ടിലേക്ക് എത്രയും ആവശ്യിച്ച് അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഉഴുന്നെടുക്കും, ഞാൻ 2 സ്പൂൺ ഉഴുന്നെടുക്കാറ് കേട്ടോ. ഇനി എല്ലാവർക്കും എങ്ങനെ തോനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഉഴുന്ന് ഞാനിതാ വെളിച്ചെണ്ണയിലൊന്നിതാ അതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് കുറച്ച് മൂപ്പ് കൂടി, ഇത്ര തന്നെ ചോക്കണ്ട കേട്ടോ, അങ്ങനെ മൂപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് മൂത്ത് ചോപ്പ് കൂടി, പക്ഷേ ചോത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാലും. അപ്പോൾ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക, ഉഴുന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ആ വലിയ ഉള്ളിയും തക്കാളിയും വേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടിട്ട് എണ്ണയിൽ നല്ല ഒന്ന് വാട്ടുക കേട്ടോ. നല്ല അതിൻ്റെ പച്ചപ്പൊക്കെ പോവോളം നല്ല വാട്ടി കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് ചൂടാറിയ ഈ ഉഴുന്നും അതുപോലെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടൊന്ന് നല്ല അരച്ചെടുക്കുക. നല്ല അരയ്ക്കണം. നമ്മൾ മയോണൈസൊക്കെ കിട്ടില്ല, അതുപോലെ ക്രീം പോലെ അരയ്ക്കാറുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ അരച്ചിട്ട് പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കടുകും ഒക്കെ പൊട്ടിച്ചിട്ടൊന്ന് വറുത്തിടും ചെയ്ത് നമ്മുടെ തക്കാളി ചട്നി റെഡിയായി കിട്ടിയിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ, ഇതൊന്ന് വാട്ടി കിട്ടുക തന്നെ വേണ്ടുള്ളൂ. പിന്നെ മിക്സിയിലിട്ടൊന്ന് അരച്ചാൽ പിന്നെ ഒന്ന് വറുത്തിടല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു. അപ്പോൾ അധികം ചിലവരൊക്കെ ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഈ ഉഴുന്നിട്ടിട്ടൊന്നും ഉണ്ടാക്കണില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഉഴുന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ടൊന്ന് ഇട്ടിട്ട് അരച്ചിട്ട് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ എണ്ണയിലൊക്കെ വാട്ടിക്കഴിഞ്ഞ് ചൂടാറി മിക്സിയിലിട്ടൊന്ന് അരച്ചു. ഇതാ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ തക്കാളി ചട്നി വേപ്പിൻ്റെ ഇലയും കടുകും പൊട്ടിച്ചിട്ട് വറുത്തിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നി റെഡിയായി. ഇനിയിപ്പോൾ 2 ദോശ കൂടി ഉണ്ടാക്കി, അന്ന് ദോശ ഉണ്ടാക്കണം കേട്ടോ. തക്കാളി ചട്നിയും ദോശയും കഴിക്കാം നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അത്ര ക്ലിയർ ആയിട്ടൊന്നുമില്ല, എനിക്ക് നേരെ എടുക്കാനൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് അറിയുന്ന പോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അതിൻ്റേതായ കുറവൊക്കെ ഉണ്ട് കേട്ടോ, അറിയാത്തതുണ്ട്. ഇനിയിപ്പോൾ മെല്ലെ മെല്ലെ പഠിയുണ്ടാവും. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ സമയം കിട്ടാനായിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തുണി, മാക്സി, ടോപ്പ്, ലെഗിൻസ്, ഇന്നർ വെയറൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ തന്നെ കൊടുന്ന് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിയൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളുണ്ടു, കൊടുന്ന് തരണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു വർക്ക് എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ എൻ്റെ കുട്ടിക്ക് അതുപോലെ ഈ തക്കാളി ചട്നി എന്ത് ഇഷ്ടമാണെന്നോ, എൻ്റെ വലുതിന് എന്താ ചായക്ക് ദോശയിലേക്ക് ചട്നി ഉണ്ടാക്കേണ്ടത്, അത് തക്കാളി ചട്നി ഉണ്ടാക്കേണ്ടത് ചോദിച്ചാൽ പറയും തക്കാളി ചട്നി മതി പറയും, അത്രയ്ക്ക് ഇഷ്ടമാണ്. അതാ തക്കാളി ചട്നി നമ്മൾ ദോശയൊക്കെ കഴിക്കില്ലെങ്കിൽ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ വെറുതെ തിന്നും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. പലർക്കും പല ടേസ്റ്റല്ലേ അല്ലേ, ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കും. ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ മാക്സി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളുണ്ടു. ഞാനിതാ കൊടുവായൂർ പാലക്കാടൊക്കെ പോയിട്ടാണ് കൊണ്ടാറ്. അവിടെ ക്ലാസിക്കൽ അതുപോലെ മുന്ന എന്നൊക്കെ പറഞ്ഞൊരു കട ഉണ്ടല്ലോ, കടയൊക്കെ ഉണ്ട്, അതിലൊക്കെ പോയിട്ടാണ് കൊണ്ടാറ്.
ഇപ്പം ഞാൻ പാലക്കാട്ടേക്കൊന്നും പോകണില്ല. ഇപ്പം നമ്മളിവിടെ നിന്ന് തന്നെ മേടിക്കാറ് കേട്ടോ. പെരിന്തൽമണ്ണയിൽ നിന്ന് എടുക്കാറുണ്ട്, അതുപോലെ ചെർപ്പളശ്ശേരിയിൽ നിന്ന് എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറച്ചൊക്കെ ആയി ഞാൻ തുണിയൊക്കെ ഇറക്കൽ തുടങ്ങിയിട്ട്. എന്തായാലും നല്ല ചിലവാകുന്നുണ്ട്. മാക്സിയൊക്കെ കൊടുന്നാൽ അപ്പോൾ വേഗം ചിലവാകും. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ കഴിഞ്ഞൊന്നുൻ്റെ ഒറ്റൊന്നുമില്ല, ഇനി കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.